ബൈനോക്കോട്ടോക്സിൻ്റെ ഒരു പുത്തൻ വീഡിയോക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം കേട്ടോ. ഇത് വട്ടക്കോട്ടയിൽ നിന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കന്യാകുമാരിയിൽ നിന്ന് ഒരു 6 കിലോമീറ്റർ അല്ലേ? കന്യാകുമാരി 6 കിലോമീറ്റർ. അതായത് ശുചീന്ദ്രം വരുന്ന വഴിക്കല്ലേ? ശുചീന്ദ്രം പോകുന്ന വഴിയല്ലല്ലോ. അതായത് കന്യാകുമാരിയിൽ നിന്ന് തിരുനെൽവേലി വരുന്ന വഴിക്ക് കേട്ടോ. ഒരു 6 കിലോമീറ്റർ. ഇത് നമുക്ക് നോക്കാം. 25 രൂപ പാസ് ഉണ്ട് ഒരാൾക്ക്. നമുക്കൊന്ന് കണ്ടു നോക്കാം. കണ്ടിട്ട് കോട്ടയം കണ്ടിട്ട് നല്ല മനോഹരമാണ്. കോട്ടയുടെ പേര് വട്ടക്കോട്ടയെന്നാണ്. കയറി കഴിയുമ്പോൾ വട്ടക്കോട്ട വെള്ളം കോരുന്ന അവസ്ഥയാകാനുള്ള ചാൻസ് കാണുന്നുണ്ട്. കാരണം ഞങ്ങൾ ഇടയ്ക്ക് ഒരു കോട്ടയിൽ പോയി കയറി ഒന്ന് പെട്ടായിരുന്നു. പക്ഷെ ഞാൻ വൃത്തിയാക്കിയൊക്കെ ഇട്ടേക്കുന്നത് നോക്കാം കേട്ടോ. വട്ടക്കോട്ടൈ വീട്ടൊക്കെ പുഴയെന്ന് കേട്ടോ. വീട്ടൊക്കെ പുഴയത് അതുകൊണ്ട് പൊക്കം നോക്കി. ഞാൻ നിന്ന് എങ്ങനെയുണ്ട് എന്താണ്ട് എങ്ങനെയുണ്ട് മുകളിലോട്ട്? 3 കല്ലിന് നിന്റെ ഹൈറ്റ് ആയി. 3 കല്ലിന് പിന്നെ ഒരു 36 കല്ലിലോട്ട്. വാ. ആ മകനെ ആക്ച്വലി ഇവിടെ കയറി കഴിഞ്ഞാൽ ഇവിടം കൊണ്ട് തന്നെ തീരും കേട്ടോ. അതെ, പക്ഷെ ഇതേ സ്ക്വയറേ ഉള്ളൂ. എന്ന സംഭവം ഇതിന് വല്ല ഹിസ്റ്ററിക്കൽ സാധനങ്ങളെല്ലാം കാണും കേട്ടോ. പക്ഷെ ഇത് നമ്മൾ തമിഴിൽ എഴുതി വെച്ചേക്കണം. ബാക്കി പുരാവസ്തു വകുപ്പിന്റെ ഇതൊക്കെ എഴുതിയിട്ടുള്ളൂ കേട്ടോ. എനിക്ക് ഒന്നെങ്കിൽ എന്തോ ഗുസ്തി മത്സരങ്ങളോ അങ്ങനെ എന്തെങ്കിലും പണ്ട് കാലത്ത് നടന്നുകൊണ്ടിരുന്ന അല്ലേ? അല്ല, നടുക്കൊരു കുളമാണല്ലോ. കുളം വെള്ളത്തിൽ വെച്ചല്ല നടത്തുന്നത്. അല്ല, എന്തോ സംഭവം ഉണ്ട്. അതായത് നമുക്ക് നോക്കാം എന്നാന്ന് കേട്ടോ. ഇതുപോലെ ചുറ്റിനും ഉണ്ട് കേട്ടോ. പക്ഷെ ഇതിന് മേളിൽ കയറി ഞാൻ കേട്ടോ. എനിക്ക് ഇതിന് മേളിൽ കയറി കടൽ കാണാനായിരിക്കും. ബാ, ഇവിടെ ഒരെണ്ണം, ദേ അവിടെ ഒരെണ്ണം, പിന്നെ ഇതേ മരത്തിന്റെ ഇടയ്ക്കൂടെ അങ്ങേറ്റത്ത് ഒരെണ്ണം, ഇടയ്ക്കൂടെ അങ്ങനെ. ഇത് സാധനം ഇത് ചോള രാജാക്കന്മാരുടെ കാലത്ത് അവരുടെ പട്ടാള ക്യാമ്പായിരുന്നു. അതായത് ആന, കുതിര അങ്ങനെയുള്ള സാധനങ്ങളെ വളർത്താനും അതിനൊക്കെ ഉള്ള വെള്ളം കുടിക്കാനുള്ള സംഭവമായിരുന്നു. പിന്നെ രാജാവിൻ്റെ അവർക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കിണറിന് ആണ് അവരുടെ ആവശ്യത്തിനുള്ളത് കിണർ. ഈ കല്ലൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഇതുണ്ടോ, ഇതെല്ലാം ഈ കുതിരയൊക്കെ കെട്ടാൻ ഉപയോഗിച്ചിരുന്ന. പക്ഷെ നട്ട് വെച്ചേക്കുന്ന മരം എല്ലാം വേപ്പാണ്. പിന്നെ അവിടെ ദൂരെ ഒരു മരം കാണുന്നുണ്ട്, നമ്മുടെ കൂളത്തിൻ്റെ ഏതേ ഷേപ്പ്, അത് ഊരാളി മരം എന്നാണ് ഇവർ പറഞ്ഞത്. അത് ഈ ഏരിയയിൽ ഈ ഒരെണ്ണം ഉള്ളതെന്നാണ് പറഞ്ഞത്. അതായത് അത് കഴിഞ്ഞ് ചോള രാജാക്കന്മാരുടെ കയ്യിൽ നിന്ന് ഡച്ചുകാർ പിടിച്ചെടുത്തെന്ന് പറഞ്ഞു. ഡച്ചുകാർ പിടിച്ചെടുത്തിട്ട് അത് മാർത്താണ്ഡവർമ്മ പിടിച്ചെടുത്തു. മാർത്താണ്ഡവർമ്മ കഴിഞ്ഞ് ഇപ്പോൾ സർക്കാർ ഏറ്റെടുത്ത് നടത്തും. ഇതെല്ലാം ഈ മീനിൻ്റെ ചിഹ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഇതല്ല, ഇത് അന്നത്തെ കാലത്ത് പട്ടാള ക്യാമ്പ് റൂമായിട്ടാണ് ഉപയോഗിച്ചിരുന്നെന്ന് പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് ഇതിന് കുറേ ഭാഗങ്ങളൊക്കെ പൊളിച്ച് കഴിഞ്ഞ് ഇവർ മൈതാനമാക്കി. ഇവിടെയൊക്കെ മീനിൻ്റെ ചിഹ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു. മീൻ ഉളിയാൽ അതെ ഇതുണ്ടോ? മീൻ അതെ, മീനെ അടിച്ച് ഇതാക്കുന്നത്. ഇത് അവരുടെ ചോള രാജാക്കന്മാരുടെ ചിഹ്നമായിരുന്നു. ഇതുണ്ട്, ഇവിടെയുണ്ട്. ഇത് അത് കഴിഞ്ഞ് ഇവര് പട്ടാള ക്യാമ്പ് ആക്കി കഴിഞ്ഞപ്പോഴായിരിക്കും ഇത് റൂമാക്കിയതല്ലേ? ആയിരിക്കാം. ഇത് യുദ്ധസമയത്ത് പീരങ്കിയൊക്കെ ഉന്തി കയറ്റിക്കൊണ്ട് പോകാനായിട്ടാണ് ഈ നടയുടെ നടുക്ക് ഇത് ചെയ്തേക്കണോ. ഇതിന്റെ ഒരു വശം ബീച്ചാണ്, കടലാണ്. ടൂറിസ്റ്റ് കയറി മൂക്കിന്റെ ഷേപ്പ് മാറും, തെറ്റിപ്പോയ 2 കാര്യം ഒരുമിച്ച് പുറകോട്ട് തെറ്റിപ്പോന്ന് സീനം നിർത്തി വെക്കി. ക്യാമറ ഞാൻ നോക്കണേ. ഇതിന്റെ ഒരു സൈഡ് കന്യാകുമാരി ബീച്ചാട്ടോ. അതിന്റെ മുകളിൽ ഇത്രയും കൂടെ സ്ഥലമുണ്ട് കേട്ടോ. ഇതിന്റെ മുകളിൽ നടക്കാം കേട്ടോ. ബീച്ച് എന്താ അല്ല, ഇവർ ഈ സ്ഥലങ്ങളൊക്കെ പണ്ടേ കണ്ടുപിടിച്ച് കോട്ടയം കെട്ടി. നല്ല അടിപൊളി ഒരു ബീച്ച്. അവിടുന്ന് ഒരു ചെറിയ അരുവി 6 പോലെ എന്തോ പറഞ്ഞ ഒഴി വന്ന് ഇവിടെ ചേരുന്നുണ്ട് കേട്ടോ. എന്നെ വീതിയാന്ന് നോക്കിക്കടാ. ഇതിന് പകുതി വരെ ഉള്ളു എൻ്റെ കയ്യ്. പകുതി വരെ ഇല്ല. ഇനി അതിൻ്റെ അപ്പുറത്തോട്ട് കിടക്കും. അതോ ഇങ്ങനത്തെ ഓരോ കല്ല കേട്ടോ. ഇതുണ്ടോ കയറ്റി അട്ടിക്കേക്കുന്നുണ്ട്. കാറ്റാട്ടോ. ശക്തം എന്ന് പറഞ്ഞാല് നമ്മളെ കൊണ്ടുപോവാ കാറ്റ്. ഇത് സംഭവം പ്രദേശത്തൂടെ വരുന്ന ഒരു ആക്രമണം ഇവിടെ ഏക്കത്തില്ല. എവിടെ വന്നാലും കണ്ടുപിടിക്കും അല്ലേ? ചുമ്മാ അല്ലാമാർ ഇത്രയും വലിയ പീരങ്കി കയറ്റാണ്ട് അവിടെ സാധനം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇവിടെ കയറ്റി വെച്ച് നിരത്തി വെച്ച് അട്ടിക്കായിരിക്കും കിട്ടുന്നു പറഞ്ഞു. അല്ല, ഡച്ചുകാർ കണ്ടുപിടിച്ചതും കാരണം ഇതായിരിക്കും. അവര് വരുമ്പോ ഇത്രയും വലിയൊരു കോട്ട
ചുമ്മാ അല്ലാമാർ ഇത്രയും വലിയ പീരങ്കി കയറ്റാണ്ട് അവിടെ സാധനം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇവിടെ കയറ്റി വെച്ച് നിരത്തി വെച്ച് അട്ടിക്കായിരിക്കും കിട്ടി കിട്ടി കിട്ടുന്നു പറഞ്ഞു. അല്ല, ഡച്ചുകാർ കണ്ടുപിടിച്ചതും കാരണമായിരിക്കും. അവര് വരുമ്പോ ഇത്രയും വലിയൊരു കോട്ട. പക്ഷെ ഇതിന്റെ ഇപ്പുറം കാണത്തില്ല കേട്ടോ. ഒരു കാരണവശാലും എടുക്കാൻ പറ്റത്തില്ല, വീതിയാ. നേരെ കടലിലോട്ടായിരിക്കും ഇറങ്ങുന്നത് അല്ലേ. എന്തായാലും കന്യാകുമാരി കാണാൻ വരുന്ന ഒരു 6 കിലോമീറ്റർ യാത്ര ചെയ്ത് വന്ന് ഈ കോട്ടയം വന്ന് കണ്ടിട്ട് പോകണം കേട്ടോ. വട്ടക്കോട്ട എന്നാ പേര്. ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ വഴി കാണിക്കുന്നുണ്ട്. ഒരിക്കലും മിസ് ചെയ്യില്ല കേട്ടോ. ഇത്രയും വലിയ നിർമ്മിതികളൊക്കെ നമ്മുടെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സത്യം പറയാലോ, തിരുവനന്തപുരത്ത് വന്നപ്പോൾ ആ കോട്ടയ്ക്ക് അത്രയും വലിപ്പം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അതിൽ നമ്മൾ വണ്ടി ഓടിച്ച് പോയപ്പോഴാണ്. ഇതെല്ലാം കുതിരയൊക്കെ കിട്ടിയിരുന്നാന്ന് പറഞ്ഞു കേട്ടോ. ഇപ്പോൾ ഇത് പുല്ലൊക്കെ വെച്ച് ഒരു നല്ല അടിപൊളിയായിരിക്കും, നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. അത് താഴെ ഇറങ്ങിയടാ, കാറ്റ് ഉറപ്പിച്ചുകൊണ്ട് കൂടെ ഇറക്കാം. ഇത് ഇവിടെ തിരുവിതാംകൂർ കൊട്ടാരമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഒരു ഗുഹ ഉണ്ടായിരുന്നു പറഞ്ഞു നേരത്തെ, അണ്ടർഗ്രൗണ്ട് സിസ്റ്റം. അപ്പോൾ അതിൽ ആ വാതിൽ മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ ക്ലോസ് ആയി പോയെന്ന് പറഞ്ഞു. നമുക്ക് അവിടെ കൂടെ പോകാം. ഇതുവഴി ഞങ്ങൾ അങ്ങോട്ട് നടന്നിട്ട് അങ്ങോട്ട് പോയാലോ. അല്ല പിന്നെയും തിരിച്ച് നമ്മൾ ഇവിടെ പോകണ്ടേ. അവിടെ കണ്ടോ, അവിടെയുണ്ട് ഗ്രൗണ്ട്. ഇത് നോക്കിയേ, കല്ല് കോർത്ത് ഇട്ടേക്കണത്. ഇത് അപ്പുറ സൈഡില്ല, ഈ സൈഡിലെ ഒരു മറ്റേ ഈ അഡ്ജസ്റ്റ്മെന്റ് ഒട്ടീനും ചെയ്തേക്കണേ. കുറച്ച് സൈഡ് നല്ല ഭംഗിക്ക് നേരെ അടിക്കേക്കണേ. കുറച്ചൊക്കെ മാവ് ഇപ്പൊ സിമെന്റ് ചെയ്തിട്ടുണ്ടോ എനിക്ക്. കടലില് സ്ഥിരം ഉപ്പടിച്ച് പോകുന്നോണ്ടായിരിക്കും അല്ലേ. ഉപ്പടിച്ച് അതിന്റെ പാറ പോവോ? ഇല്ലല്ലോ. പിന്നെ അതുകൊണ്ടല്ലേ കന്യാകുമാരി പാറ ഗ്രൗട്ട് അടിക്കുന്നത്, കണ്ടില്ലായിരുന്നു. ഇതിന്റെ ഒരു കോർണർ കേട്ടോ. കോർണറിൽ കയറുമ്പോ ഇങ്ങനെ ഇരിക്കും. എവിടെ ചെന്നാലും വലിഞ്ഞു കയറുന്ന സ്വഭാവം ഉണ്ടല്ലോ അല്ലേ. മോനെ നമ്മൾ നേരത്തെ ഒന്ന് അവിടെയാണ് കേട്ടോ, ആ മൂലയില്. ഇത് ഇങ്ങേറ്റത്തെ കോർണർ. അങ്ങ് താഴെ ബീച്ചിലൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് വട്ടക്കോട്ടൈ. കാറ്റ് ഭയങ്കര കേട്ടോ, ഭയങ്കര കാറ്റാ. വേപ്പ് മരത്തിന്റെ ഇതാണ് കേട്ടോ കോട്ടയുടെ നടപ്പാത. ഇവിടെ താഴോട്ടുണ്ട് കേട്ടോ, ഒരു നല്ല ഹൈറ്റ് ഉണ്ട്. ഒരു 6-7 മീറ്റർ ആഴ്ച ഇവിടെ താഴോട്ടുണ്ട് കേട്ടോ, നോർമൽ ഗ്രൗണ്ടിലോട്ട്. ഇപ്പൊ ഇത്രയും പൊക്കത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതാണ് അന്നത്തെ കാലത്ത് പട്ടാൾക്കാർ താമസിച്ചുകൊണ്ടിരുന്ന റൂം എന്ന് പറഞ്ഞില്ലേ, അതിന് മുകൾ ഭാഗം. ഇതൊരു പണ്ടത്തെ കാലത്തെ ടൈൽ തന്നെയാണ് കേട്ടോ. ഇവിടെ ടൈൽ ഇട്ടിട്ടുണ്ട്. ഇത് മിക്കവാറും ചൂട് അടിക്കാതിരിക്കാനായി വിചാരിക്കാല്ലേ. അങ്ങ് മുമ്പിലാണ് കേട്ടോ മെയിൻ ഗേറ്റ്, അതിന്റെ എൻട്രൻസ്. എന്തായാലും ചരിത്രം പറഞ്ഞ ചരിത്രം ശേഷിപ്പെടുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഒരു കാലത്തും നശിച്ചു പോകരുത്. ഇത് ആ അറിയത്തക്ക രീതി തന്നെയാണ് നിർമ്മിച്ചേക്കുന്നത് അല്ലേ. ഇത് ഒരു സാധനം പോവല്ലോ ഇവിടുന്ന് പൊളിഞ്ഞ. ഇല്ല, ഇത്രയും വർഷം ഇതെങ്ങനെ നിൽക്കണമെന്നുണ്ടെങ്കിലേ ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി നിൽക്കുവോ? ഇതാണ് പറഞ്ഞ മരം കേട്ടോ, ഊരാളി. ഇവിടെ തന്നെ വളർന്നു വന്നാണ്. ഇതാണ് മറ്റേ തുരങ്കം ഉണ്ടായിരുന്നു, ആർച്ച് കെട്ടി വെച്ചേക്കുന്ന പറഞ്ഞല്ലേ കേട്ടോ. ഇതുപോലെ ചുറ്റിനും കേട്ടോ. പക്ഷെ ഇതിന് മേളിൽ കയറി ഞാൻ കേട്ടോ, എനിക്ക് ഇതിന് മേളിൽ കയറി കടൽ കാണാനായിരിക്കും. ബാ, ഇവിടെ ഒരെണ്ണം, ദേ അവിടെ ഒരെണ്ണം, പിന്നെ മരത്തിന്റെ ഇടയ്ക്കൂടെ അങ്ങേറ്റത്ത് ഒരെണ്ണം, ഇടയ്ക്കൂടെ അങ്ങ്. ഇത് സാധനം ഇത് ചോള രാജാക്കന്മാരുടെ കാലത്ത് അവരുടെ പട്ടാള ക്യാമ്പായിരുന്നു. അതായത് ആന, കുതിര അങ്ങനെയുള്ള സാധനങ്ങളെ വളർത്താനും അതിനൊക്കെ ഉള്ള വെള്ളം കുടിക്കാനുള്ള സംഭവമായിരുന്നു. പിന്നെ രാജാവിൻ്റെ അവർക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കിണറിന് ആണ് അവരുടെ ആവശ്യത്തിനുള്ളത് കിണർ. ഈ കല്ലൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഇതുണ്ടോ, ഇതെല്ലാം ഈ കുതിരയൊക്കെ കെട്ടാൻ ഉപയോഗിച്ചിരുന്ന. പക്ഷെ നട്ട് വെച്ചേക്കുന്ന മരം എല്ലാം വേപ്പാണ്. പിന്നെ അവിടെ ദൂരെ ഒരു മരം കാണുന്നുണ്ട്, നമ്മുടെ കൂളത്തിൻ്റെ ഏതേ ഷേപ്പ്, അത് ഊരാളി മരം എന്നാണ് ഇവർ പറഞ്ഞത്. അത് ഈ ഏരിയയിൽ ഈ ഒരെണ്ണം ഉള്ളതെന്നാണ് പറഞ്ഞത്. അതായത് അത് കഴിഞ്ഞ് ചോള രാജാക്കന്മാരുടെ കയ്യിൽ നിന്ന് ഡച്ചുകാർ പിടിച്ചെടുത്തെന്ന് പറഞ്ഞു. ഡച്ചുകാർ പിടിച്ചെടുത്തിട്ട് അത് മാർത്താണ്ഡവർമ്മ പിടിച്ചെടുത്തു. മാർത്താണ്ഡവർമ്മ കഴിഞ്ഞ് ഇപ്പോൾ സർക്കാർ ഏറ്റെടുത്ത് നടത്തുന്നു.
ഇതെല്ലാം ഈ മീനിന്റെ ചിഹ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഇതല്ല, ഇത് അന്നത്തെ കാലത്ത് പട്ടാള ക്യാമ്പ് റൂമായിട്ടാണ് ഉപയോഗിച്ചിരുന്നെന്ന് പറഞ്ഞു കേട്ടോ. ഇത് അത് കഴിഞ്ഞ് ഇതിന് കുറേ ഭാഗങ്ങളൊക്കെ പൊളിച്ച് കഴിഞ്ഞ് ഇവർ മൈതാനമാക്കി. ഇത് ഇവിടെയൊക്കെ ഒക്കെ മീനിന്റെ ചിഹ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു. മീൻ ഉളിയാൽ, അതെ ഇതുണ്ടോ? ആ മീൻ, അതെ മീനെ അടിച്ച് ഇതാക്കിയത്. ഇത് അവരുടെ ചോള രാജാക്കന്മാരുടെ ചിഹ്നമായിരുന്നു. ഇതുണ്ട്, ഇവിടെ ഉണ്ട്. ഇത് അത് കഴിഞ്ഞ് ഇവര് പട്ടാള ക്യാമ്പാക്കി കഴിഞ്ഞപ്പോഴായിരിക്കും ഇത് റൂമാക്കിയതല്ലേ? ആയിരിക്കാം. ഇത് യുദ്ധസമയത്ത് പീരങ്കിയൊക്കെ ഉന്തി കയറ്റിക്കൊണ്ട് പോകാനായിട്ടാണ് ഈ നടയുടെ നടുക്ക് ഇത് ചെയ്തേക്കണോ. പിന്നെ ഒരു വശം ബീച്ചാണ്, അമ്മേ കടലാണ്. ടൂറിസ്റ്റ് കയറി മൂക്കിന്റെ ഷേപ്പ് പറഞ്ഞു തെറ്റിപ്പോയി. രണ്ട് കാര്യം ഒരുമിച്ച് പുറകോട്ട് തെറ്റിപ്പോന്ന് സീനം പുറത്ത് വെക്കി. ക്യാമറ ഞാൻ നോക്കണം. ആ ഇതിന്റെ ഒരു സൈഡ് കന്യാകുമാരി ബീച്ചാട്ടോ. എവിടെയും വന്ന് അവിടെ വന്നു. ഇതാണ് കേട്ടോ കൊട്ടാരത്തിലോട്ടൊരു തുരങ്കം ഉണ്ടായിരുന്നു, ഇപ്പൊ അടച്ചു കളഞ്ഞു എന്ന് പറഞ്ഞത് ഇതായിരുന്നു സംഭവം. ആ ഇവിടെ എന്താ ഇതിന്റെ ശേഷിപ്പുകൾ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. ഇതായിരുന്നു സംഭവം. ഇത് തിരിച്ചറിയാനായിട്ടാ ഇവിടെ ആർച്ച് കിട്ടിയേക്കുന്നത്. ഇവിടെ ആയിരുന്നതാണ്. ഇവിടെയോ എങ്ങനെയും ആയിരിക്കും അല്ലേ? മതിലേ കൂടെ ആയിരിക്കുമല്ലേ ചിലപ്പോ. അപ്പൊ എങ്ങനെ കോട്ട കഴിഞ്ഞില്ലേ? കോട്ട കൊള്ളാല്ലേ? കോട്ട കൊള്ളാം. ആ 50 രൂപ നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്, നല്ല ഭംഗിയായിട്ട്. നല്ല 50 രൂപ മുടക്കി ഇനി ഒന്നതിന് നഷ്ടമല്ല കേട്ടോ. ഒരു കോട്ട കണ്ട ക്ഷീണത്തിന്റെ അത് ഇതിൽ തീർന്നു. ഇറങ്ങുമല്ലേ? അപ്പം കോട്ടയിലെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം അല്ലേ? അപ്പൊ എങ്ങനെ നമ്മൾ കോട്ടയുടെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുമല്ലേ? അപ്പം ഇതുപോലെ വീണ്ടും കാണാം. ഇതുപോലെ പുതിയ സംരംഭങ്ങളുമായിട്ട് വീണ്ടും കാണാം. ബാ. എൻ്റെ അമ്മേ.